എന്നിട്ട് എന്താ അറിയ ഞാൻ ഈ ഗോപീരി സുരേഷിൻ്റെ അവിടെ പോയി കയറുന്നു. അവിടെ ബംഗാളികളെ ഞാൻ മാരേക്ക് നോക്കിയില്ലെങ്കിൽ അവന്മാർ പണിയെടുക്കില്ലേ. അപ്പം അതോട്ടെ പണിയെടുക്കണടത്താണ് വന്നത്. ഇല്ല ഞാൻ പണിയെടുക്കാറുന്നില്ലേ. ഞാൻ വെറുതെ ഇങ്ങനെ അവന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ കോൺട്രാക്ടറല്ലേ. അല്ല പാപ്പേട്ടാ നിങ്ങളുടെ ഫുള്ള് പണി കണ്ടല്ലേ നിങ്ങൾ കയ്യിൽ കാശ് കിട്ടുള്ളൂ. ഞാൻ എന്താ പറയുക ഇവിടുത്തെ ആൾക്കാർ ഈ ബംഗാളിനോ പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഉടമസ്ഥനോട് പറഞ്ഞ് 900 രൂപ, ഞാൻ കൊടുത്ത് 800 രൂപ. എൻ്റെ കയ്യിൽ 5 പണിക്കാരുണ്ട്. അവരെ ഞാൻ 100 വെച്ച് എന്ന് പിടിക്കും. അപ്പോൾ എനിക്ക് എത്ര ലാഭം? 500 രൂപ ലാഭം. ഇതുപോലെ വേറെ സൈറ്റുണ്ട്. അപ്പോൾ ഒക്കെ കൂടി 1000 രൂപയുണ്ട്. അല്ല മതോട്ടെ ഉടമസ്ഥ പറഞ്ഞ വിഷയമല്ലേ. ഈ കാലത്ത് ഈ വാട്ടിയും പൊട്ടിയും വന്നിട്ട് ജീവിക്കാൻ വലിയ. പിന്നെ ഈ ചെറിയ വർക്ക് എടുക്കുമ്പോഴേ എനിക്ക് 27 രൂപ ലാഭമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ 1000 കൊണ്ട് എടുക്കുമ്പോൾ എനിക്ക് ബോണസാടാ ഭയങ്കര. നിങ്ങളിത് ഇപ്പോൾ ആരോട് പോയി പറയാൻ നിൽക്കണ്ട കേട്ടാ. നിങ്ങളിപ്പോൾ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ബംഗാളിയുടെ തലക്കാലം അത് പണി കൊണ്ടുപോകണം. നിങ്ങളിപ്പോൾ ആരോട് പറയുമ്പോൾ എൻ്റെ നിൽക്കുന്നത് നിങ്ങൾ പറഞ്ഞതൊന്നും ഇനി ഇവിടെ വേറെ ഒന്നുമില്ല. എനിക്ക് എന്നിട്ടേ പാർട്ടി മീറ്റിംഗ് ഉണ്ട്. ശരിയെന്നാ പണിയൊന്നുമില്ലടാ മോനെ, ഭയങ്കര ടൈറ്റേ. ശരിയെന്നാ നമ്മളൊക്കെ ഒരു ദിവസം പണിക്ക് വിളിച്ച് ഇടിച്ചും കൂടി ചേറ്റ ആടെ എനിക്കറിയാം ബംഗാളിലാകുമ്പോൾ പറ്റിയ സുഖല്ലേ.